പെൺകുട്ടിയെ മൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. സഹായം തേടിയ ട്രക്ക് ഡ്രൈവറും പീഡിപ്പിച്ചു. ഒഡീഷയിലെ മൽക്കാർഗിരിയിലാണ് സംഭവം. സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത വീട്ടിലേക്ക് മടങ്ങവെയാണ് പെൺകുട്ടിയെ മൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി അക്രമികളിൽ നിന്നും രക്ഷപ്പെട്ടതിന് പിന്നാലെ ഒരു ട്രക്കിന് കൈകാണിക്കുകയായിരുന്നു. പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ഇയാളും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ട്രക്ക് ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മൂന്നംഗ സംഘത്തിനായി അന്വേഷണം നടത്തിവരികയാണ്. പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തീവണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. നെയ്വേലി സ്വദേശി വെങ്കടേഷനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസിലെ ജനറൽ കോച്ചിനാണ് മംഗളൂരു കോളേജിലെ MBA വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. വെങ്കടേഷ് കണ്ണൂർ മുതൽ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്തിരുന്നു. വണ്ടി കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ബഹളം വെച്ചതോടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയെങ്കിലും മറ്റു യാത്രക്കാർ വെങ്കടേഷിനെ തടഞ്ഞുവെച്ച് കാസർഗോഡ് എത്തിയപ്പോൾ റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു. വിദ്യാർത്ഥിനി ഇമെയിലിൽ നൽകിയ പരാതിയെ തുടർന്ന് റെയിൽവേ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അച്ഛന്റെ ജോലിയെ ചൊല്ലി തർക്കം. കൊല്ലത്ത് അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊന്നു. കൊല്ലം കരിക്കോട് ഐശ്വര്യ നഗർ ജിഞ്ചു ഭവനിൽ റോയി എന്ന് വിളിക്കുന്ന ലിഞ്ചുവാണ് ജ്യേഷ്ഠൻ ജിഞ്ചുവിന്റെ കുത്തേറ്റ് മരിച്ചത്. മരണമടഞ്ഞ അച്ഛന്റെ ജോലി ലഭിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊന്നത്. ഒട്ടേറെ കേസുകൾ പ്രതിയാണ് മരിച്ച ലിഞ്ചു. മദ്യപിച്ചെത്തുന്ന സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് പതിവാണ്. ചൊവ്വാഴ്ച രാത്രിയും വീടിന് മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടെ ജിഞ്ചു കത്തിക്കൊണ്ട് ലിഞ്ചുവിനെ കുത്തുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു. സംസ്ഥാന വെയറിംഗ് കോർപ്പറേഷന് കീഴിൽ കരിക്കോട്ട് പ്രവർത്തിക്കുന്ന വെയറിംഗ് ഹൗസിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു ഇവരുടെ അച്ഛൻ തങ്കച്ചൻ. അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത മകനായ ജിഞ്ചു ഈ ജോലിക്ക് കയറി. ഇതിൽ പ്രകോപിതനായ ലിഞ്ചു ജോലി തനിക്ക് വേണമെന്നാവശ്യപ്പെട്ട് കുറച്ചുനാളായി വഴക്കുണ്ടാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ജിഞ്ചു ഒളിവിലാണ്.